രക്ഷിക്ക്. ഇതാണ് എന്റെ കുടുംബം, എന്റെ സന്തോഷം. ചട്ടമ്പി പാറു ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. എന്റെ ദേവികയെ, ചന്ദ്രയുടെ അച്ഛൻ ഈ സിറ്റിയിൽ തന്നെ തമ്പടിച്ച് വലിയ ബിസിനസ് പദ്ധതികളാ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആ പാളയത്ത് എവിടെയോ ആണ് ഓഫീസ് എന്നൊക്കെ കേട്ടു. എന്തോ സെക്യൂരിറ്റി സർവീസ്. എനിക്ക് ദേവിക ഒന്ന് കാണണം. ദേവികയുടെ ഫോൺ വന്നെന്ന് പറഞ്ഞ മുൻപ് അങ്ങേരുടെ മുൻപിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത്. ദേവികയെ ഒരു 10 മിനിറ്റ് എനിക്ക് താ. ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങും. ഇവിടെ ഇരുന്നാലേ ഭ്രാന്ത് പിടിച്ച് എന്റെ തല പൊട്ടിത്തെറിക്കും. തിരക്കിലാണോ സിദ്ധുട്ടാ? ഏയ്, എന്ത് തിരക്ക്? കാര്യങ്ങൾ അപ്പൊ തന്നെ ദേവികയെ അല്ല ദേവിക ചേച്ചി അറിയിക്കുന്നുണ്ടല്ലോ അല്ലേ? ചന്ദ്രയ്ക്ക് അല്ല ചന്ദ്രയിലേക്ക് ഇപ്പൊ എന്താ വേണ്ടത്? സിദ്ധുവിനെ വെച്ച് വലിയ വലിയ സങ്കല്പങ്ങളാ അച്ഛന്റെ മനസ്സിൽ. എന്നെ വെച്ച് ആരും സ്വപ്ന കൊട്ടാരം കെട്ടുകയോ സങ്കല്പങ്ങളുടെ ബുർജ് ഖലീഫ പണിയുകയോ ഒന്നും വേണ്ട. ആശിക്കുക, സ്വപ്നം കാണുക, ഇതൊക്കെ ഓരോരുത്തരുടെയും അവകാശങ്ങളല്ലേ സിദ്ധുട്ടാ? ആഗ്രഹിക്കാതിരിക്കാം, സങ്കടപ്പെടാതിരിക്കാം എന്നാണ്. ഓ, ശ്രീബുദ്ധൻ പറഞ്ഞത്. സിദ്ധേട്ടനും ഇക്കാര്യം ബാധകമാണ്. എന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഇല്ലാതായ അതിന്റെ കൂടെ ഞാനും ഇല്ലാതാവും. അത്രേ ഉള്ളൂ. സാറ്, ഞാൻ പറഞ്ഞിരുന്നല്ലോ, എന്റെ മൂക്ക് വേണ്ടി ഞാൻ. മനോഹര സാറ് ടെൻഷനാവണ്ട. സാറിന്റെ മോളെ പൊന്നുപോലെ നോക്കുന്ന ഒരാളെയാ ഞാൻ വെച്ചിരിക്കുന്നത്. പേര് മിലി, പാലാക്കാരിയാ, നല്ല കുട്ടിയാ. പഠിച്ചിറങ്ങിയിട്ട് അധികം നാളായിട്ടില്ല. ഫസ്റ്റ് അപ്പോയിന്റ്മെന്റാ. ആ കുട്ടി ഇന്ന് വന്നിട്ടുണ്ട്. ഞാൻ വിളിക്കാം. ആ മിലി ഇങ്ങ് വരാൻ പറയും. May I come in, sir? ആ, വരൂ. ഇതാണ് മിലി. എന്റെ നിത്യമോടെ അതേ പ്രായോ. സാറേ, ഈ കുട്ടി വന്നിട്ട് അങ്ങനെ ചിന്തിക്കേണ്ട മനോഹര സാറേ. എല്ലാ ട്രെയിനിങ്ങും കഴിഞ്ഞവരെ ഞങ്ങൾ ഇവിടെ അപ്പോയിന്റ് ചെയ്യാറുള്ളൂ. സാറിന് ഞങ്ങളെ വിശ്വസിക്കാം. അപ്പോ ഈ മോളെ ഞാൻ കൊണ്ടുപോകല്ലേ? മോളെ, എനിക്ക് 2 പെമക്കളാവുള്ളേ. ഇനി മോളും കൂടെ. സാറ് നാളെ രാവിലെ വന്നോളൂ. മിലി ഒപ്പം വരും. ശരി സാർ. ആ. ബട്ട് അക്ഷര മാഡം, അങ്ങനൊരു നീക്കം നമ്മുടെ കേസിന് തിരിച്ചടിയാവാൻ സാധ്യതയുണ്ട്. എന്നാലും ഒരു പെൺകുട്ടിക്ക് ജീവിതം കിട്ടുന്ന കാര്യമല്ലേ, നടക്കട്ടെ. പകവീട്ടിലല്ലല്ലോ ജീവിതം. ശരി മാഡം, ഞാൻ വിളിക്കാം. ഇന്നാ മോളെ, കറ്റാർവാഴ ജ്യൂസാ, സ്കിന്നിന് നല്ലതാ. മോള് കുടിച്ചോ. ബിയറും വൈനൊന്നും വേണ്ട കേട്ടോ. പ്രേമിച്ചത് വിട്ടില്ലല്ലേ? അതൊക്കെ വിട്ടു. പക്ഷേ ചന്ദ്രമോളെ കുറച്ചുകൂടി സുന്ദരിയാക്കാൻ എന്റെ പ്ലാൻ. പിന്നെ നാളെ ആരെങ്കിലും ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചാലേ പ്രേമയാണെന്നങ്ങ് പറഞ്ഞേക്കണം കേട്ടോ. ആ പേരൊരു സോപ്പ് പറഞ്ഞോ? അയ്യാ, നിങ്ങൾ വലിയ സോപ്പും കൊണ്ടൊന്നും വരണ്ട കേട്ടോ. അല്ല മോളെ, എന്തിനായിരുന്നു നിരഞ്ജൻ ഡോക്ടറിന്റെ ഭാര്യ വിളിച്ചത്? അക്ഷര മാഡം. ആ, അതല്ലേ രസം. അവരുടെ കൂടെ നടക്കുന്നൊരു ഓട്ടോക്കാരനില്ലേ, പരുന്ത്. ആ, എനിക്കറിയാം അവനെ. അവനിവിടെ വന്നതല്ലേ കള്ളൻ. എന്നിട്ട് എന്റെ പൊന്നാങ്ങളെ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? ഗൾഫീന്ന് വന്ന അവന്റെ പഴയ ഒരു ക്ലയന്റ് ആണെന്ന്. അവന് ഷമ്മാനപ്പൊതിയായിട്ട് വന്നതാണെന്ന്. അയ്യോ, അവൻ കൊണ്ടുവന്ന പെർഫ്യൂമിന്റെ മണമേ ഇതുവരെ വീട്ടിൽ നിന്ന് പോയിട്ടില്ല. അല്ല, അവൻ എന്തു പറ്റി? അവനൊന്നും പറ്റിയില്ല. അവനെ പൊന്നുമണിയെ കല്യാണം കഴിക്കാൻ പോവാണെന്ന്. ആ കാര്യം പറയാനാ അക്ഷര മാഡം വിളിച്ചത്. അപ്പൊ പിന്നെ ആ ശരത്തുമായിട്ടുള്ള കേസോ? അത് ഏത് വഴിക്ക് പോവും? കേസ് കാശി വഴി രാമേശ്വരത്തേക്ക് പോവും. നിങ്ങൾ എന്തിനാ മനുഷ്യ ഇതൊക്കെ അന്വേഷിക്കുന്നത്? ഇപ്പൊ മനസ്സിലായില്ലേ? അത് കള്ളക്കേസാ. മൊത്തം കള്ളക്കൂട്ടങ്ങളാണെന്ന്.
അല്ലെങ്കിലും ആ പെണ്ണിന് പറ്റുന്നതേ അവനെ പോലെ ഒരാള് തന്നെ. ഇനി രണ്ടും കൂടി ചേർന്ന് അല്ലറ ചില്ലറ തട്ടിപ്പും വെട്ടിപ്പോയിട്ട് അങ്ങ് ജീവിച്ചോളൂ. എന്റെ പ്രേമേ, ഒരു ചെറിയ പെങ്കൊച്ചാ അത്. നീ ഇങ്ങനെ ദുഷിപ്പ് പറയാതെ. അയ്യേ, ഞാനുള്ള കാര്യേ പറഞ്ഞത്. ഒരു പൊടിക്കൊച്ചിനെ കാണാതായിട്ട് 3 മാസം പോലും ആയില്ല. അതിനു മുന്നേ തള്ള വേറെ കല്യാണം കഴിക്കാൻ പോകുന്നു. കൊച്ചിനെ നഷ്ടപ്പെട്ടവർക്കും കൊച്ചില്ലാത്തവർക്കും ഒക്കെ ഒരുപോലെ ആ വിഷമം. നിങ്ങൾ അതും പറഞ്ഞ് എനിക്കിട്ട് കുത്താൻ നോക്കണ്ട. ആരെയും കുത്താൻ പറഞ്ഞൊന്നുമല്ല. ആ കൊച്ചിനും വേണ്ട ഒരു ജീവിതം. അത്രേ നിരഞ്ജൻ ഡോക്ടർ ചിന്തിച്ചു കാണുള്ളൂ. ആ, അതെന്തെങ്കിലും നടക്കട്ടെ. ആ ചന്ദ്രമോളെ, നമുക്ക് ഇടപെടാൻ കൊള്ളാത്ത ആളുകളാ. ആ കേസ് അങ്ങ് വിട്ടേക്ക്. അല്ലെങ്കിലേ കോടതിയിൽ മോള് തോറ്റ് തുന്നം പാടും. ഞാൻ സിദ്ധോടനോടൊന്ന് സംസാരിക്കട്ടെ. ആ, അവനോട് സംസാരിക്കേ. അവൻ പക്ഷെ മഹാത്മാഗാന്ധിയുടെ കൊച്ചുമോനായതുകൊണ്ടേ സത്യം, നീതി, ധർമ്മം എന്നൊക്കെ പറഞ്ഞോണ്ട് നിൽക്കും. നമുക്ക് നോക്കാം ചേച്ചിയമ്മേ. നോക്കിയാ പോരാ, വിട്ട് കളയേണ്ടതൊക്കെ വിട്ട് കളയണം. അല്ലെങ്കിൽ പിന്നെ അത് നമുക്ക് തന്നെ പാരയാവും. ഓളി ജ്യൂസ് കുടിച്ചേ. കറ്റാർവാഴ ജ്യൂസ് നല്ലതാ. ഞാനിപ്പം വരാമേ. നടേശൻ എന്ന തൊല്ല അത് അങ്ങനെ പാളയത്തും ഓഫീസ് തുടങ്ങി. മാൻ പവർ സപ്ലൈ ഈഗിളായി. നല്ല പവറുള്ള അമ്മയപ്പനെ കിട്ടിയല്ലോ. കാക്കക്കണ്ണൻ, അയ്യോ അല്ല, കഴുകൻ കണ്ണൻ, അതും വിത്ത് കാക്കി. ദേവിക്ക് എന്റെ വായി നല്ല വർത്തമാനം കേൾക്കുവേ. വക്കീല ഞാൻ പറഞ്ഞേക്കാം. ആഹാ, വക്കീലിനെ വാദിച്ച് തോൽപ്പിക്കുന്ന ആളാ സാറേ ഞാൻ. ദേവികെ വാദിക്കാനും പൊരുതാനുള്ളതല്ല ജീവിതം. നമുക്കൊന്നിച്ച് ജീവിക്കാം പ്ലീസ്. ജീവിതം എന്ന് പറയുന്നത് കല്യാണം കഴിച്ച് കുടുംബമായി ജീവിക്കുന്നതെന്ന് ആരാ പറഞ്ഞത്? കടമകൾ തീർക്കാനുള്ള യാത്രയാണ് ജീവിതം. അപ്പോ എന്നോടൊരു കടമയില്ല ദേവിക്ക്. കടപ്പാടുണ്ട്. എന്റെ സുധിയേട്ടന്റെ ഹൃദയത്തെ കാത്തു സൂക്ഷിക്കുന്നതിന്. ആയുഷ്കാലം അതിന്റെ കാവൽക്കാരിയാവണ്ടേ ദേവിക്ക്? സുധിയേട്ടന്റെ താലി വീണ കഴുത്തില് മറ്റൊരാൾ മാല അണിയിക്കുന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും ആവില്ല സിദ്ധു. അതൊന്ന് മനസ്സിലാക്ക്. എന്നാ ശരി, ഞാൻ ഇടുന്നില്ല, താലിയും ചാർത്തുന്നില്ല. പക്ഷെ കൈ പിടിച്ച് കൂടെ നിന്നൂടെ? ആ, ഓഫീസ് തുറന്നു. പാളയത്ത് സാഫല്യം കോംപ്ലക്സിൽ. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഹലോ അച്ഛ. ആ മോളെ, ആ ദേവിക എന്ന് പറയുന്നവളുടെ ഫോട്ടോ കയ്യിലുണ്ടോ? അവരുടെ DP അവരുടെ ഫോട്ടോയാ. ആ, നീ അതൊന്ന് മെസ്സേജ് ചെയ്തേ. എന്തിനാ അച്ഛ? പറയുന്നു അത് നിങ്ങൾക്ക്. ശരി.